മനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജുഡീഷ്യറിയായി രാജ്യത്തെ ജുഡീഷ്യറി മാറും. അതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവായി വരുന്ന നാലാം തൂണായ മാധ്യമങ്ങളെ ഒരു വശത്ത് ഭീഷണിപ്പെടുത്തും, ഒരു വശത്ത് വില കൊടുത്തു വാങ്ങും, ഭീഷണിക്ക് വഴങ്ങാത്തവരെ ഉന്മൂലനം ചെയ്യും. ഈ രീതിയാണ് നമ്മുടെ രാജ്യത്ത് ശബ്ദങ്ങളെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ NIA കോടതിയോളം ചെന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു കേസ് ഇതിൻ്റെ ആത്യന്തികം ഇതിൻ്റെ മെറിറ്റിലേക്ക് പോവുകയാണ് എങ്കിൽ ശരിയാണ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നതാണ് ചുമത്തപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? TTE പെൺകുട്ടികളോട് അവരുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുമ്പോഴാണ് ഈ ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലാണ് എന്ന് പറയുന്നത്. അതായത് ആ പറയുന്ന ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയ സിസ്റ്റർമാർ അവിടെ ഇല്ല, നിർബന്ധിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് വെപ്പ്. പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വന്ന ആളുകൾ അവിടെ ഇല്ല. ഈ സ്റ്റേഷനിലേക്ക് വന്നത് അവരും അവരുടെ ബന്ധുവുമാണ്. ഈ സിസ്റ്റർമാർ ആ സ്പോട്ടിലേ ഇല്ല. നടക്കുന്നത് പിടിച്ചു കെട്ടിക്കൊണ്ടുപോക്കും, മനുഷ്യക്കടത്തും. അപ്പോൾ എങ്ങനെയാണ് ഈ നിർബന്ധിതമായ മനുഷ്യക്കടത്ത് ഈ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ക്രിമിനലുകൾ ഇല്ലാതെ നടപ്പിലാവുന്നത്? അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിലൊരു പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഞാൻ പറയട്ടെ ഒരു കാര്യം. ഇവിടെ BJP RSS പ്രതിനിധി ഉൾപ്പെടെ ഈ കാര്യത്തെ പൊതുവൽക്കരിക്കാനും നിസ്സാരവൽക്കരിക്കാനുമാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൂടെ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഭയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തുക, അതിനാണ് ഇവർ എല്ലാ പദപ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗർഭാപ്പസി ഉണ്ടാകുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് ഉണ്ടാകുന്നത്. ഇങ്ങനെ തങ്ങളുടെ ഒരു ഭയത്തിൻ്റെ കീഴിൽ എല്ലാവരും കഴിഞ്ഞുകൊള്ളണം എന്നുള്ള രീതിയിലുള്ള ഫാസിസത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണമാണ് നമ്മുടെ രാജ്യത്ത് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഒന്നും ഉണ്ടാവില്ല. ഫാസിസത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എല്ലാത്തിനെയും വിഴുങ്ങുകയാണ്. ഭരണകൂടത്തിനകത്തുള്ള ലെജിസ്ലേച്ചറിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, കേരളത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ ലഡു നൽകിയും കേക്ക് നൽകിയും കിരീടം വെച്ചുമെല്ലാം ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് പിടിച്ച് ലെജിസ്ലേച്ചറിൽ അധികാരത്തിലേക്ക് എത്തുക. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിനെ പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിലേക്ക് മാറ്റുക, ജുഡീഷ്യറിയിലേക്കും അവരുടെ പൂർണ്ണാധിപത്യം ഉണ്ടാക്കുക. ഇങ്ങനെ 3 സംവിധാനങ്ങളെയും ഭരണകൂട സംവിധാനങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം അത് കാണിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുന്നത് അവർ തന്നെയാണ്. RSS, സംഘപരിവാരം, ഫാസിസം തന്നെ അവരുടെ നിയമങ്ങൾ ഇവിടെ മനുസ്മൃതി ഭരണഘടനയായി മാറും. വിചാരധാരയിലെ തത്വങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൊതു തത്വങ്ങളായി മാറും. ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും അവർ സൃഷ്ടിക്കും. മനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജുഡീഷ്യറിയായി രാജ്യത്തെ ജുഡീഷ്യറി മാറും. അതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവായി വരുന്ന നാലാം തൂണായ മാധ്യമങ്ങളെ ഒരു വശത്ത് ഭീഷണിപ്പെടുത്തും, ഒരു വശത്ത് വില കൊടുത്തു വാങ്ങും, ഭീഷണിക്ക് വഴങ്ങാത്തവരെ ഉന്മൂലനം ചെയ്യും. ഈ രീതിയാണ് നമ്മുടെ രാജ്യത്ത് ശബ്ദങ്ങളെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപകടകരമായി നമ്മുടെ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൽക്കാലിക പ്രലോഭനത്തിലോ അല്ലെങ്കിൽ താൽക്കാലികമായി ലഭിക്കുന്ന അധികാരത്തിൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങളിലോ അഭിരമിച്ചു പോയി ഈ അപകടത്തിൽ വന്ന് തലവെക്കരുത് എന്ന് എല്ലാവരും ജാഗ്രതയോടുകൂടി അത് കാണേണ്ടതുണ്ട്. പാസ്റ്റർ നിയോ മുള്ളറുടെ വരികൾ ഈ ലോകത്തെ എക്കാലത്തും ഓർമ്മിപ്പിക്കുന്നതാണ്. ആദ്യം അവർ തൊഴിലാളികൾക്ക് നേരെ വന്നു, അപ്പോൾ ഞാൻ മിണ്ടിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. ജൂതന്മാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പക്ഷേ അവസാനം അവർ പലർക്കു നേരെയും വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം ഞാൻ അവരിലൊരാളായിരുന്നില്ല. പിന്നീട് എനിക്ക് നേരെ ഫാസം വന്നപ്പോൾ, ദ്രംഷ്ട കാട്ടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന്. ഇത് ഫാസത്തിൻ്റെ പൊതു സ്വഭാവമാണ്. ഇങ്ങനെ തന്നെ വാഴ്ത്തിയതായിരുന്നു. പാസ്റ്റർ നിയോ മുള്ളർ ഹിറ്റ്ലറുടെ ആരാധകനായിരുന്നു എന്നെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ ആരാധിപ്പിക്കാനും കൂടെ നിർത്താനും എല്ലാം ശ്രമിക്കും. പക്ഷേ ഇത് അപകടകരമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവിൽ ഇതിനെ കാണാൻ വേണ്ടി തയ്യാറാകണം. അതുകൊണ്ട് ഇവിടെയുള്ള പൊതുവൽക്കരണമല്ല നമുക്ക് ആവശ്യം. സംഘപരിവാറിൻ്റെ കൃത്യമായ ലക്ഷ്യമാണ്. വിചാരധാരയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ ശത്രു മുസ്ലിമാണ്, 2ാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, 3ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ വിചാരധാര മാറ്റിയാൽ 5M എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ RSSൻ്റെ സർസംഘചാലക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മിഷണറിമാർ, അതുപോലെ തന്നെ മെക്കാളിസ്റ്റ്, മാർക്സിസ്റ്റ്, മുസ്ലിം എന്നെല്ലാമുള്ള രീതിയിൽ കൃത്യമായി
കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 5 വിഭാഗത്തെ ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചു വച്ചിട്ടുണ്ട്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല, മതനിരപേക്ഷത ഉണ്ടാകില്ല, ഭരണഘടന ഉണ്ടാവില്ല എന്ന് നാം കാണേണ്ടതുണ്ട്. തങ്ങളെ വാദം ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ RSS ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയും RSSും രണ്ടായി കാണേണ്ട ഒന്നല്ല എന്നതുകൂടി കരുതണം. RSSന്റെ ഒരു ദളം മാത്രമാണ് BJP.